ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഫണ്ടമെൻ്റൽസ് ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ചർച്ച ചെയ്യുന്നത്. ഇത് നിലവിലെ അണ്ടർ ഗ്രാജുവേറ്റ് ഫിസിക്സ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ കുറേ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഫിസിക്സ് അവരുടെ കോർ സബ്ജക്റ്റായിട്ടും കോംപ്ലിമെൻ്ററി സബ്ജക്റ്റായിട്ടും പഠിക്കുന്ന സ്റ്റുഡൻസ് ഒരുപോലെ പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് അതിൽ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും പൊതുവായി പഠിക്കേണ്ട, പൊതുവിൽ കരിക്കുലത്തിൻ്റെ ഭാഗമായി കാണാറുള്ള ചില ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് റെലവൻ്റ് ആയിരിക്കില്ല. അങ്ങനെയുള്ളവർക്ക് പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് പഠിക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാം തെർമോഡൈനാമിക്സിൻ്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന വിഷയം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഇത്ര മാത്രമാണ് ഈ വിഷയത്തിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. ഫണ്ടമെൻ്റൽസ് ഓഫ് തെർമോഡൈനാമിക്സ് പാർട്ട് 1. ഈ വീഡിയോസിൻ്റെ തുടക്കം എപ്പോഴും തെർമോഡൈനാമിക്സ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ലളിതമായ ഉത്തരം, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് ദ റിലേഷൻ ടു എനർജി, വർക്ക്, റേഡിയേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നാണ്. ഒരുപക്ഷെ ഈ ഡെഫിനിഷൻ പഴയ പുസ്തകങ്ങളിൽ ഈ രൂപത്തിൽ നമ്മൾ കണ്ടില്ല എന്ന് വരും. പൊതുവിൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ തെർമോ അല്ലെങ്കിൽ ചൂടുമായി ബന്ധപ്പെട്ടതും ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് അറിയാം. ഇറ്റ് ഈസ് ഇൻ എ സെൻസ് ഹീറ്റ് ഇൻ മോഷൻ. പക്ഷേ ഈ വാക്ക് ഉണ്ടാകുന്ന സമയത്ത് തെർമോഡൈനാമിക്സ് എന്നതുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ ഇന്ന് ആ വാക്കിൻ്റെ അർത്ഥം ഒരുപാട്, അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് ഓഫ് സയൻസിൻ്റെ അർത്ഥം ഒരുപാട് കൂടുതൽ വിശാലമായിട്ടുണ്ട്. ഇന്ന് വെറും ഹീറ്റും മോഷനും മാത്രമല്ല തെർമോഡൈനാമിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് മാത്രമല്ല, നേരിട്ട് ഹീറ്റും മോഷനും ഉൾപ്പെട്ട ഭാഗങ്ങളിൽ മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമല്ല നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന രൂപത്തിൽ പഠിക്കുന്നത്. അത് ഹീറ്റിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും അതുമായി ബന്ധപ്പെട്ട് എനർജി, വർക്ക്, റേഡിയേഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ഇങ്ങനെ നാനാവിധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരേ സമയം ഉപയോഗിക്കപ്പെടുന്ന വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്. ഈ പേരിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം ഈ അറിവുകൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സ്റ്റീം എൻജിൻ പോലെ താപം അല്ലെങ്കിൽ ഹീറ്റിൽ നിന്നും മനുഷ്യന് ഉപയോഗപ്രദമായിട്ടുള്ള വർക്ക്, ഇപ്പോൾ ഒരു എൻജിൻ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതോ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതോ അങ്ങനെ മനുഷ്യന് ഉപയോഗപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഹീറ്റിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുക എന്ന രീതിയിലുള്ള ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് തെർമോഡൈനാമിക്സിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കുന്ന മിക്ക അറിവുകളും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ അടിസ്ഥാനം മനസ്സിലാക്കാനുള്ള ശ്രമത്തിൽ ചില ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് അറിയേണ്ടതുണ്ട്. ഒന്ന്, വാട്ട് ഈസ് എ തെർമോഡൈനാമിക് കോർഡിനേറ്റ്, വാട്ട് ഈസ് എ തെർമോഡൈനാമിക് ലോ. അപ്പോൾ ഈ കോർഡിനേറ്റ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. മാത്തമാറ്റിക്സിൽ നമ്മൾ പൊസിഷൻ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടി പൊസിഷൻ കോർഡിനേറ്റ്സ് എന്ന രൂപത്തിൽ കാർട്ടേസിയൻ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കോർഡിനേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? കാർട്ടേഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു XY അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ആണെങ്കിൽ XY Z എന്ന കോർഡിനേറ്റുകൾ സൂചിപ്പിച്ചിരുന്നത് ഒരു പ്രത്യേക വസ്തുവിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം തിരിച്ചറിയുന്നതിന്, സ്ഥാനം അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അവിടെ നമ്മൾ സ്ഥാനമാണ് ഉപയോഗിച്ചത് എങ്കിലും പൊതുവിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു വസ്തുവിൻ്റെയും ഏതൊരു സിസ്റ്റത്തിൻ്റെയും നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതിൻ്റെ സ്റ്റേറ്റ്, അതെന്ത് അവസ്ഥയിലാണ് എന്ന് വിശദീകരിക്കുന്നതിന്, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റികളെയാണ്, അളവുകളെയാണ് നമ്മൾ പൊതുവിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ഗ്യാസിൻ്റെ ഉദാഹരണം എടുക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മൂവബിൾ പിസ്റ്റൺ പിടിപ്പിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിനുള്ളിൽ ഒരു ഗ്യാസ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. ഈ ഗ്യാസ് ഏത് അവസ്ഥയിലാണ് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ സ്റ്റേറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ അത് വിശദീകരിക്കാൻ സത്യത്തിൽ 3 ക്വാണ്ടിറ്റീസ് മതിയാകും. അത് അതിൻ്റെ വോളിയം, അല്ലെങ്കിൽ ഈ ഗ്യാസ് എത്ര വോളിയം ഓക്യുപ്പൈ ചെയ്യുന്നു, അതിൻ്റെ പ്രഷർ, ആ ഗ്യാസിന് എത്രത്തോളം പ്രഷറുണ്ട്, മലയാളത്തിൽ മർദ്ദം എന്ന് പറയുന്നു,
പിന്നെ ആ ഗ്യാസ് എത്ര ടെമ്പറേച്ചറിലാണ്, അതിൻ്റെ ടെമ്പറേച്ചർ. ഇത് മൂന്നുമാണ് ഈ ഗ്യാസിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ നിർണ്ണയിക്കുന്നത് നമുക്ക് പറയാം. അപ്പോൾ ഈ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്നീ ക്വാണ്ടിറ്റീസിനെ നമ്മളൊരു ഗ്യാസിൻ്റെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ആണ് എന്ന് പറയാം. ഇത് ഗ്യാസിൻ്റെ കാര്യത്തിലായതുകൊണ്ടാണ് വോളിയം, പ്രഷറും ടെമ്പറേച്ചറും എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസിനെ തന്നെ എടുക്കണമെന്നില്ല. മറിച്ച് ഉദാഹരണത്തിന് ഒരു സ്ട്രെച്ച്ഡ് വയർ ആണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെന്ന് കരുതുക. അവിടെ വോളിയത്തിന് പ്രസക്തിയില്ല, അല്ലെങ്കിൽ അവിടെ പ്രഷറിന് പ്രസക്തിയില്ല നമുക്ക് കാണാം. അപ്പോൾ അവിടെ നമ്മൾ മറ്റ് ക്വാണ്ടിറ്റീസ്, അതിനകത്തുള്ള ടെൻഷനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഒരു മാഗ്നറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷറിന് പ്രാധാന്യം ഉണ്ടാവില്ല. അവിടെ അതുമായി ബന്ധപ്പെട്ട മറ്റ് മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ആയിരിക്കും നമ്മൾ ഒരുപക്ഷെ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട്, അതുകൊണ്ട് തന്നെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും പൊതുവിൽ ഗ്യാസുകളെ സംബന്ധിച്ചതായതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം കാണാൻ പോകുന്ന കോർഡിനേറ്റ്സ് എപ്പോഴും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ തുടങ്ങിയവയായിരിക്കും. ഇനി വാട്ട് ഈസ് എ തെർമോഡൈനാമിക് ലോ? ലോ എന്നുകൊണ്ട് നമുക്കറിയാം ഒരു നിയമമാണ് ഉദ്ദേശിക്കുന്നത്. നിയമം എപ്പോഴും കാര്യങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലേ? അപ്പോൾ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു ഗ്യാസിനെ കുറിച്ചാണ് ഇവിടെ ഉദാഹരണമായിട്ട് എടുത്തുന്നുണ്ടെങ്കിൽ, ഒരു ഗ്യാസിൻ്റെ ഈ പല കോർഡിനേറ്റ്സ് പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ അവസ്ഥയ്ക്ക് വരുന്ന മാറ്റം, അതിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ, ഒരു ഗ്യാസായി ഇവിടെ ഉദാഹരണം ഗ്യാസാണ്, ഈ ഗ്യാസിൻ്റെ സ്റ്റേറ്റുകൾ, ഈ കോർഡിനേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. ആ സ്റ്റേറ്റ് എങ്ങനെ മാറും, അങ്ങനെ അതിൻ്റെ സ്റ്റേറ്റ് മാറുമ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റുകൾ തമ്മിലുള്ള പരസ്പര ബന്ധം, ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ്, അതെങ്ങനെയാണ് എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഒരു ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ലോ ആണ് PB = nRT. നമ്മൾ ഇതിനെ വിളിക്കുന്നത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്നാണ്. ഇത് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും അതിൻ്റെ ടെമ്പറേച്ചറും തമ്മിൽ PV = nRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ്റെ രൂപത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ Pയും Vയും Tയുമാണ് ഈ ഗ്യാസിൻ്റെ കോർഡിനേറ്റ്സ്. ആ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമായിട്ടാണ് നമ്മൾ ഈ ലോയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ കാര്യത്തിലാണ് Pയും Vയും Tയും ഒക്കെ കോർഡിനേറ്റ്സ് ആകുന്നത്. മറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിസ്റ്റംസ് ആകുമ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ്സും പല തരത്തിലുള്ളതായിരിക്കും. ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗ്യാസുകളെ ആയിരിക്കും പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുക. ഇനി ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്താണെന്ന് പഠിക്കണം. നമ്മൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നമ്മൾ എന്താണോ നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ ഇൻട്രസ്റ്റ് എന്തിലാണോ അതിനെയാണ് നമ്മളൊരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ സറൗണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് അതൊഴികെയുള്ള ഈ യൂണിവേഴ്സിൻ്റെ എല്ലാ കണ്ടൻറ്റും സറൗണ്ടിങ്സിൽ പെടും എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒരു അടുപ്പിലെ ചായപാത്രത്തിൽ തിളയ്ക്കുന്ന ചായയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ആ ചായയാണ് നമ്മുടെ സിസ്റ്റം. ആ പാത്രത്തിന് ചുറ്റുമുള്ള ലോകത്തെ എന്ത് കാര്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും, അത് വേണമെങ്കിൽ നിങ്ങളുടെ അടുക്കള തന്നെ ആകാം, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിനെ മൊത്തം നമുക്ക് പരിഗണിക്കാം. അതെല്ലാം സറൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ആ സിസ്റ്റത്തെ അതിൻ്റെ സറൗണ്ടിങ്ങിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ടാകും. ആ ബൗണ്ടറിയാണ് സിസ്റ്റവും സറൗണ്ടിങ്ങും എവിടെയാണ് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. ഈ ബൗണ്ടറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സിസ്റ്റം അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു, ഹൗ ഡു ദ ഇൻറ്ററാക്ട് എന്ന് തീരുമാനിക്കുന്നത് ഈ ബൗണ്ടറിയുടെ സ്വഭാവമായിരിക്കും. ഈ ബൗണ്ടറിയുടെ സ്വഭാവത്തിനനുസരിച്ച് പൊതുവിൽ തെർമോഡൈനാമിക് സിസ്റ്റങ്ങളെ 3 ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും 3 ക്ലാസിഫിക്കേഷൻസ്. അതിലൊന്നൊരു ഓപ്പൺ സിസ്റ്റമാണ്. ഓപ്പൺ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റത്തിന് അതിൻ്റെ സറൗണ്ടിങ്സുമായിട്ട് എനർജിയും മാറ്ററും ട്രാൻസാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള എബിലിറ്റി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബൗണ്ടറി ഒരു ഓപ്പൺ ബൗണ്ടറിയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റം ഒരു ഓപ്പൺ സിസ്റ്റമാണ് എന്ന് പറയാം. നിങ്ങളൊരു തുറന്ന ചായപാത്രത്തിൽ ചായ തിളപ്പിച്ചു കഴിഞ്ഞാൽ ചായ വേപ്പറൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൽ നിന്നും മാറ്റർ വെളിയിലേക്ക് പോകുന്നുണ്ട്, അല്ലേ? വാട്ടർ വേപ്പർ മുകളിലേക്ക് പോകുന്നുണ്ടാകും. അപ്പോൾ അതൊരു മാറ്റർ എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾ വെളിയിൽ നിന്നും ചൂടാക്കുന്നത് കൊണ്ട് ഈ ഹീറ്റ് ആ സിസ്റ്റത്തിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുന്നുണ്ട്, ചായയിലേക്ക് അബ്സോർവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഹീറ്റിൻ്റെയും മാറ്ററിൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് അതൊരു ഓപ്പൺ സിസ്റ്റമാണ് എന്ന് പറയാം. ഇനി എപ്പോഴാണ് ഒരു സിസ്റ്റം ക്ലോസ്ഡ് ആകുന്നത്? ഒരു സിസ്റ്റത്തെ അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി മാറ്റർ എക്സ്ചേഞ്ചിനെ തടയുന്നു, എന്നാൽ ഹീറ്റ് എക്സ്ചേഞ്ച് പെർമിറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം ബൗണ്ടറികളെ നമ്മൾ വിളിക്കുന്നത് ഒരു ഡയാതെർമിക് ബൗണ്ടറി എന്ന്. അപ്പോൾ അത്തരം ബൗണ്ടറികളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റം മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, എന്നാൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പാത്രം അല്ലെങ്കിൽ ഒരു പ്രഷർ കുക്കർ പോലൊരു സാധനം നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടാണ് ചൂടാക്കുന്നതെന്ന് കരുതുക.
അങ്ങനെയാണ് വിസിൽ വരുമ്പോൾ മാറ്റർ പുറത്തേക്ക് വരുന്നുണ്ടാവും. അത് തൽക്കാലം ഒഴിവാക്കുന്നു. ഒരു അടഞ്ഞ പാത്രം നിങ്ങൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാത്രത്തിലൂടെ അകത്തേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ മാറ്റർ പാർട്ടിക്കിൾസ് അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരാതെ അല്ലെങ്കിൽ മാറ്റർ സറൗണ്ടിങ്ങുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാതെ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ ക്ലോസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ് എന്ന് നമുക്ക് പറയാം. ഇനി എപ്പോഴാണ് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടാകുന്നത്? ഊഹിക്കാവുന്നത് പോലെ മാറ്റർ എക്സ്ചേഞ്ചും സാധിക്കില്ല, ഹീറ്റ് എക്സ്ചേഞ്ചും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ് എന്ന് കരുതാം. നമ്മൾ പ്രാക്ടിക്കൽ സെൻസ് സംസാരിക്കുമ്പോൾ ഒരു പെർഫെക്റ്റ്ലി ഐസൊലേറ്റഡ് സിസ്റ്റം ഇമ്പോസിബിൾ ആണ് എന്ന് പറയാം. ഇനി നിർബന്ധമായിട്ടും അങ്ങനെ ഒരു സിസ്റ്റം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഈ എൻറ്റയർ യൂണിവേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കണക്കാക്കാം. മറ്റ് അല്ലാത്ത സാഹചര്യങ്ങളിൽ പൊതുവിൽ പൂർണ്ണമായും ഹീറ്റും മാറ്റർ എക്സ്ചേഞ്ചും പൂർണ്ണമായും തടയപ്പെടുന്ന രീതിയിലൊരു സിസ്റ്റം പൊതുവിൽ നമുക്ക് സാധിച്ചെടുക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് കാണാം. സോ ദാറ്റ് ഈസ് വാട്ട് അബൌട്ട് തെർമോഡൈനാമിക് സിസ്റ്റം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് എ തെർമൽ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മലയാളത്തിൽ സന്തുലനാവസ്ഥ എന്നാണ് നമ്മൾ അതിനെ വിളിക്കാറ്. അപ്പോൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൻ്റെ പ്രത്യേകത അവിടെ മാറ്റങ്ങൾ നടക്കുന്നുണ്ടാവില്ല, ഒരു സ്ഥിര അവസ്ഥയിലെത്തി എന്ന് പറയാം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിസ്റ്റത്തിന് അതിൻ്റെ സറൗണ്ടിങ്ങുമായിട്ടോ അതിൻ്റെ സിസ്റ്റത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പല ഭാഗങ്ങൾ, അതിൻ്റെ ഉൾഭാഗത്തെ പല ഭാഗങ്ങൾ തമ്മിലോ ഹീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നൊരവസ്ഥ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദർ ഇസ് നോ ഹീറ്റ് ഫ്ലോ, ദർ ഇസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ, അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ നിരന്തരം നമ്മുടെ ഡെയിലി ലൈഫിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലൊരു ഏതാണ്ടൊരു ഉൾച്ചിത്രം ഉണ്ട്, അല്ലേ? ഒരു ഇൻസൈറ്റ് ഉണ്ട് എന്താണ് ടെമ്പറേച്ചർ എന്നതിനെ കുറിച്ച്. പക്ഷേ പണ്ട് ഈ തെർമോഡൈനാമിക്സ് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് ടെമ്പറേച്ചർ എന്താണ് എന്നതിനെക്കുറിച്ച് ഇന്നത്തെ പോലെ കൃത്യമായൊരു ധാരണയില്ല. അന്നത്തെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഹീറ്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു ഫോം ഓഫ് എനർജി എന്നാണ് കണക്കാക്കുന്നുണ്ടെങ്കിലും തെർമോഡൈനാമിക്സിൻ്റെ തുടക്കകാലത്ത് ഹീറ്റ് ശരിക്കും ഒരു ആക്ച്വൽ ഫ്ലൂയിഡ് ആണ് എന്നാണ് കരുതിയിരുന്നത്. അതിനെ കലോറിഫിക് തിയറി എന്ന് വിളിക്കാറുണ്ട്. അതായത് ഒഴുകുന്ന ഒരു ദ്രാവകം പോലെ, ഒരു മെറ്റീരിയൽ പോലെയാണ് അന്നത്തെ ആളുകൾ ഹീറ്റിനെ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ടെമ്പറേച്ചർ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഹീറ്റ് ഫ്ലോ ഇല്ലാത്തൊരവസ്ഥയാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഉദാഹരണമായിട്ട് നമുക്കൊരു 3 സിസ്റ്റങ്ങൾ എടുക്കാം. ഒരു എ സിസ്റ്റം, ബി, സി, ഈ 3 സിസ്റ്റങ്ങളുണ്ട്. ഈ എയും ബിയും തമ്മിൽ ഒരു ഡയാതെർമിക് വാളാണ് ഉള്ളതെന്ന് കരുതുക. അതായത് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡയാതെർമിക് വാളാണ്. ഡയാതെർമിക് വാൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ഹീറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 2 ടെമ്പറേച്ചറിലിരിക്കുന്ന 2 ഹീറ്റ് കണ്ടന്റുള്ള 2 സിസ്റ്റങ്ങൾ തമ്മിൽ ഡയാതെർമിക് വാളിലൂടെ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇവയിലൂടെ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ഫ്ലോ ഉണ്ടാവുകയും അങ്ങനെ ഒരു പ്രത്യേക ഘട്ടം കഴിയുമ്പോൾ ഇവർക്കിടയിൽ ഹീറ്റ് ഫ്ലോ നിന്നു പോവുകയും ചെയ്യും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വ്യത്യസ്ത താപനിലയിൽ വ്യത്യസ്ത ടെമ്പറേച്ചറുള്ള 2 വസ്തുക്കൾ കോണ്ടാക്റ്റിൽ വന്നു കഴിഞ്ഞാൽ അവയിൽ ഒന്ന് ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്നും കോൾഡർ ഒബ്ജക്റ്റിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുകയും പതിയെ അവയുടെ ടെമ്പറേച്ചർ സെയിം ആവുകയും ചെയ്യും എന്ന് നമുക്കറിയാം. ഇതിൻ്റെ തുടക്കകാലത്തുള്ള ഒരു അറിവാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതുപോലെ ബിയും സിയും തമ്മിലും ഇതുപോലൊരു കണക്ഷനാണ് ഉള്ളത്. അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോഴേക്കും എയിൽ നിന്നും ബിയിലേക്കോ തിരിച്ചോ ഹീറ്റ് ഫ്ലോ ഉണ്ടാകില്ല, ബിയിൽ നിന്നും സിയിലേക്കോ തിരിച്ചോ ഹീറ്റ് ഫ്ലോ ഉണ്ടാകില്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എയും ബിയും തമ്മിൽ കോണ്ടാക്റ്റിലാണ്, ബിയും സിയും തമ്മിൽ കോണ്ടാക്റ്റിലാണ്. എയും സിയും തമ്മിൽ നിലവിൽ നേരിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമ്മൾ കണക്കാക്കണം. അപ്പോൾ എയും ബിയും ഇവിടെ തെർമൽ കോണ്ടാക്റ്റിലാണ്, എയും ബിയും തമ്മിൽ ഇവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബിയും സിയും തമ്മിൽ ഇവിടെ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി നമ്മൾ എയും ബിയെയും പരസ്പരം കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നു എന്ന് കരുതുക. അതായത് ബിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലിരുന്ന 2 സിസ്റ്റങ്ങളാണ് എയും സിയും. ഇവയെ നമ്മൾ പരസ്പരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവയ്ക്കിടയിൽ ഹീറ്റ് ഫ്ലോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വളരെ ലളിതമാണ്. ദർ വിൽ നോട്ട് ബി എ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ എ ആൻഡ് സി. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ എക്കും സിക്കും ഇടയിൽ ഹീറ്റ് ഫ്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എയും ബിയും പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്നാണ്. പക്ഷേ എയും സിയും തമ്മിൽ ഇപ്പോഴാണ് പരസ്പരം ബന്ധത്തിൽ വന്നത്, അല്ലേ? നേരത്തെ എയും ബിയും തമ്മിലും ബിയും സിയും തമ്മിലുമായിരുന്നു തെർമൽ ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നത്. എയും സിയും തമ്മിൽ നേരിട്ട് യാതൊരു കൊടുക്കൽ വാങ്ങലുകളും ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഈ പരസ്പരം തെർമൽ ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന 2 സിസ്റ്റങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് തമ്മിലും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ ഫോർമലായി സ്റ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൊതുവെ പറയാറ്, ഇഫ് 2 സിസ്റ്റംസ് ആർ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം, ദ 2 സിസ്റ്റംസ് ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ എന്നാണ്. അതായത് ഇവിടെ നമ്മൾ എയും ബിയും സിയെയും കുറിച്ചാണ് പറയുന്നത്.
എ എന്ന് പറയുന്ന സിസ്റ്റം ബിയുമായിട്ടും സി എന്ന് പറയുന്ന സിസ്റ്റവും ബിയുമായിട്ടും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ എയും സിയും പരസ്പരവും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നാണ്. ഈ ഒബ്സർവേഷനെ നമ്മൾ വിളിക്കുന്നത് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നാണ്. അതെന്താണ് ഈ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു വിചിത്രമായിട്ടുള്ള പേര് എന്ന് തോന്നാം. പൊതുവിൽ ഈ കാര്യം തെർമോഡൈനാമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിവായിട്ട് തിരിച്ചറിയുന്നത് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സും സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഒക്കെ ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷമാണ്. പക്ഷേ ഈ ലോയുടെ സ്വഭാവം പരിഗണിക്കുമ്പോൾ ഫസ്റ്റ് ലോയേക്കാളും സെക്കൻഡ് ലോയേക്കാളും ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലോയാണ് ഈ ലോ എന്നതുകൊണ്ട് അതിനെ ഫസ്റ്റിനും സെക്കൻഡിനും ശേഷം പ്രതിഷ്ഠിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് മുമ്പ് പ്രതിഷ്ഠിക്കുന്നതാണ് നല്ലത് എന്ന് അന്നത്തെ സയൻറ്റിസ്റ്റുകൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ലോയ്ക്ക് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത്. ഇനി വർക്ക് ഡൺ എന്നതുകൊണ്ട് തെർമോഡൈനാമിക്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂവബിൾ പിസ്റ്റൺ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു സിലിണ്ടറിനുള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഗ്യാസിനെ എക്സാമ്പിളായിട്ട് എടുക്കാം. ആ ഗ്യാസിൻ്റെ പ്രഷർ പി ആണ്, അതിൻ്റെ അത് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയം വി ആണ് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ദിസ് ഗ്യാസ് എക്സ്പാൻഡ്സ് ടു എ ന്യൂ വോളിയം. ഓക്കെ, അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പിസ്റ്റൺ ഒരു അല്പം മുമ്പോട്ട് നീങ്ങിയിട്ടുണ്ടാവും. ആ പിസ്റ്റൺ മുമ്പോട്ട് നീങ്ങിയിട്ടുള്ള ആ അളവ്, ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പിസ്റ്റൺ ഈസ് ഈക്വൽ ടു dx എന്ന് കാണും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗ്യാസിൻ്റെ പ്രഷർ കാരണമായിരിക്കുമല്ലോ പിസ്റ്റൺ വെളിയിലേക്ക് നീങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എത്രയായിരിക്കും എന്ന് നമുക്ക് എങ്ങനെ കണക്കാക്കാം? നമുക്കറിയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെ കണക്കാക്കാം? ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് dx ആണ്, dw ആണ്. ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റേ ഉണ്ടായിട്ടുള്ളൂ dx. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വളരെ ചെറിയ വർക്ക് ഡൺ ആണ് dw. dw ഈസ് ഈക്വൽ ടു f dx എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എങ്ങനെ കണക്കാക്കാം? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. അല്ലെങ്കിൽ പ്രഷർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവിൽ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഗ്യാസിൻ്റെ പ്രഷർ പി ആണെന്നുണ്ടെങ്കിൽ അത് ഈ പിസ്റ്റണിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ പ്രഷറിനെ ആ പിസ്റ്റണിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. യു ഗെറ്റ് എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് dw ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ട് എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എ എന്ന കാര്യം പരിഗണിച്ച് dw ഈസ് ഈക്വൽ ടു പി എ dx എന്ന് കണക്കാക്കാം അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ dw ഈസ് ഈക്വൽ ടു പി ഡി വി. ഈ എ ഡി എക്സ് എങ്ങനെയാണ് dv ആയത്? എ എന്ന് പറയുന്നത് ഈ പിസ്റ്റൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, dx എന്ന് പറയുന്നത് അത് മൂവ് ചെയ്ത ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ വോളിയം ഓഫ് ദ ന്യൂലി മെയ്ഡ് റീജിയൻ എന്ന് നമുക്ക് പറയാം അല്ലേ. ഈ ഭാഗത്തിൻ്റെ വോളിയമാണ് അവിടെ എ ഇൻറ്റു dx മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക. സോ dw ഈസ് ഈക്വൽ ടു പി ഇൻറ്റു dv എന്ന് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ the work done in this displacement is equal to the pressure of the gas multiplied by the small change in volume associated with the expansion എന്ന് പറയാം. അപ്പോൾ പി ഡി വി will be equal to the work done. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ചെറിയ ഈ പ്രഷർ ഒന്ന് പി ആയി നിൽക്കുന്ന സമയത്ത് dx എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിൻ്റെ പിസ്റ്റൺ ഉണ്ടാകുക, അല്ലെങ്കിൽ dv എന്ന് പറയുന്ന ഒരു ചേഞ്ച് ഇതിൻ്റെ വോളിയത്തിനുണ്ടാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ഡൺ ആണ്. നമുക്കറിയാം ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ പ്രഷർ പതിയെ താഴ്ന്നു വരുമല്ല. അപ്പോൾ ഓരോ ഏരിയയിലും പ്രഷർ വേരിയേഷൻ ഉണ്ടായേക്കാം. സപ്പോസ് ദ സിസ്റ്റം വെൻറ്റ് ഫ്രം എ വോളിയം v1 ടു v2. അതിൻ്റെ ഗ്യാസ് ഓക്യുപ്പൈ ചെയ്തിരുന്ന വോളിയം v1 നിന്നും v2 വരെ മാറി എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the work done can be calculated by w is equal to integral v1 to v2 p dv. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ് തെർമോഡൈനാമിക്സിൽ. പ്രത്യേകിച്ച് ഗ്യാസുകൾ പോലെ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് സിസ്റ്റത്തിൻ്റെ വർക്ക് ഡൺ w is always given by finite integral from v1 to v2 p dv. അപ്പോൾ ഈ വർക്ക് ഡൺ എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? the pressure of the gas and the initial and final volume of the gas. ഇത് രണ്ടുമാണ് അതിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. ഇനി തെർമോഡൈനാമിക്സിലെ മിക്ക നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ടൂളാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡിക്കേറ്റർ ഡയഗ്രം എന്നാണ്. മറ്റൊരു രീതിയിൽ ഇതിനെ PV ഡയഗ്രം എന്ന് വിളിക്കാറുണ്ട്. ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രം നമ്മൾ മാത്തമാറ്റിക്സിൽ കാർട്ടേഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ കൊണ്ട് പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ XY കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൻ്റെ പ്രഷറും
വോളിയവും ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിൽ നമ്മൾ വോളിയം എടുക്കുന്നു, വോളിയം വി. വൈ ആക്സിൽ നമ്മൾ പ്രഷർ പി എടുക്കുന്നു. അപ്പോൾ ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റേറ്റ് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട 2 കോർഡിനേറ്റ്സ് ആണ് പ്രഷറും വോളിയവും. ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ പി വി =RT എന്ന് പറഞ്ഞു. അതിനകത്ത് 3 വേരിയബിളുകളാണുള്ളത്, പിയും വിയും ടിയും അല്ലേ. പക്ഷേ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ പോലെയാണ്. നിങ്ങൾക്ക് ഒരു ഗ്യാസിൻ്റെ പ്രഷറും വോളിയവും മാറ്റിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രഷറിലും വോളിയത്തിലും നിങ്ങളൊരു ഗ്യാസിനെ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. അതിൻ്റെ 3ാമത്തെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല. മറ്റൊരു രീതിയിൽ 2 പാരാമീറ്ററുകൾ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്യാസിൻ്റെ വോളിയവും അതിൻ്റെ ടെമ്പറേച്ചറും ഫിക്സ് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ എത്രയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ദാറ്റ് പ്രഷർ വിൽ ബി ഡിസൈഡഡ് ബൈ ദ ഇക്വേഷൻ പി വി =NRT. അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്യാസിൻ്റെ 2 കോർഡിനേറ്റുകൾ മതി അതിൻ്റെ സ്റ്റേറ്റ് സ്പെസിഫൈ ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ കോർഡിനേറ്റ്സ് വോളിയവും പ്രഷറുമാണ്. അതുകൊണ്ട് ഈ ഗ്രാഫിനെ നമ്മൾ പി വി ഡയഗ്രം എന്ന് വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം V1 അതിൻ്റെ ആ സമയത്തെ പ്രഷർ P1 ആണെന്നുണ്ടെങ്കിൽ ആ P1 V1 എന്നീ പ്രഷർ വോളിയം വാല്യൂസിലിരിക്കുന്ന ഒരു ഗ്യാസിനെ നിങ്ങൾക്ക് പി വി ഡയഗ്രത്തിൽ ഒരു പോയിന്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അവിടെ V1 എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റും P1 എന്ന് പറയുന്നത് അതിൻ്റെ വൈ കോർഡിനേറ്റും ആണ്. അങ്ങനെയെങ്കിൽ ഈ ദിസ് ഡോട്ട് റെപ്രസെൻറ്റ്സ് ദ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് സിസ്റ്റം അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് അല്ലേ. ഇനി അതിൻ്റെ വോളിയം V2ഉം പ്രഷർ V2ഉമായി എന്ന് കരുതുക. ഇനി അതിൻ്റെ വോളിയം V2ഉം പ്രഷർ P2ഉം ആയി എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് P1 V1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും P2 V2 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറിയെന്ന് പറയാം. അതുപോലെ അതിന് P3 V3 എന്ന് പറയുന്ന മറ്റൊരു സ്റ്റേറ്റും പോസിബിൾ ആണ്. ഇനി P1 V1 ഇരിക്കുന്ന ഒരു സിസ്റ്റം പതിയെ അതിൻ്റെ പ്രഷറിലും വോളിയത്തിലും മാറ്റം വന്ന് P2 V2ലാവുകയും പിന്നെ P3 V3ലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഈ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഒരു കർവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിലെ ഓരോ പോയിന്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ഒരു സ്റ്റേറ്റ് ആണ് എന്ന് കരുതാം. അതിലെ ഓരോ കർവും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനെയാണ് നമുക്ക് കാണാം. അപ്പോൾ ഈ കർവിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റ് P1 V1 നിന്നും P2 V2 വഴി വേരി ചെയ്ത് P3 P3യിലേക്ക് എത്തി എന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊരു എൻക്ലോസ്ഡ് ഗ്യാസ് ആയിരിക്കാം. നമ്മൾ ഗ്യാസിനല്ല ഇവിടെ വരയ്ക്കുന്നത്, ആ ഗ്യാസിൻ്റെ സ്റ്റേറ്റിന് വരുന്ന അവസ്ഥയെ നമ്മൾ വളരെ ഒരു ഡയഗ്രത്തിൻ്റെ രൂപത്തിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആ സ്റ്റേറ്റിനെ നമ്മൾ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റർ ഡയഗ്രവും നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് ഡണ്ണുമായിട്ടും നേരിട്ട് ബന്ധമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് P1 V1 നിന്നും P2 V2യിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സിസ്റ്റത്തിൻ്റെ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ചേഞ്ച് ഫ്രം എ സ്റ്റേറ്റ് വിത്ത് വോളിയം V1 ടു എ സ്റ്റേറ്റ് വിത്ത് വോളിയം V2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. തൽക്കാലം നമ്മൾ ഈ V1ൻ്റെ ഭാഗത്തെ ഒരു ചെറിയ റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് പരിഗണിക്കുക. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു P1 അല്ലേ. അതിൻ്റെ തിക്നെസ് dV ആണെന്ന് കരുതുക. സോ ഇറ്റ്സ് എ വെരി തിൻ സ്ട്രിപ്പ്. അതിൻ്റെ തിക്നെസ് dV ആണെന്ന് കരുതുക. ഇവിടുത്തെ പ്രഷറും അതിൻ്റെ തിക്നെസ് ആയിട്ടുള്ള dVയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് P dV ആണ്. ആ dV ജിയോമെട്രിക്കലി സ്പീക്കിംഗ് ഈ സ്ട്രിപ്പിൻ്റെ ഏരിയ ആണെന്ന് കാണാമല്ലോ അല്ലേ. The pressure multiplied by the change in volume dV. P dV is also equal to work done for the system, but geometrically on the graph it is equal to the area of the strip. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the total area of the strip എത്രയായിരിക്കണം? Mathematically that should be equal to integral V1 to V2 P dV അല്ലേ. ഈ ഇൻ്റഗ്രൽ V1 to V2 P dV എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ കണ്ടു. ദാറ്റ് വാസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ വെൻ എ സിസ്റ്റം ചേഞ്ചസ് ഫ്രം വോളിയം V1 ടു വോളിയം V2. അപ്പോൾ ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം ഒരു പി വി ഡയഗ്രാമത്തിൽ അതിൻ്റെ കർവ് എൻക്ലോസ് ചെയ്യുന്ന ഒരു പി വി ഡയഗ്രാം എൻക്ലോസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ആ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, വാട്ട് ഈസ് ദ സൈൻ ഓഫ് ദ വർക്ക് ഡൺ? വർക്ക് ഡണ്ണിനൊരു സൈൻ കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം the system can either do work on surroundings or the surroundings can do work on the system. അപ്പോൾ നമ്മളെപ്പോഴും ഏതെങ്കിലും ഒന്നിനെ റെഫറൻസ് ആക്കി വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. നമ്മളിവിടെ സംസാരിക്കുന്നത് സിസ്റ്റത്തെ റെഫറൻസ് ചെയ്തുകൊണ്ടാണ്. ഇഫ് ദ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം നമ്മളതിനെ
ഒരു പോസിറ്റീവ് വർക്കായിട്ടാണ് കണക്കാക്കുക. ഇഫ് ദ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഓർ ഇഫ് ദ വർക്ക് ഈസ് ഡൺ ബൈ ദ ബൗണ്ടറി ഓൺ ദ സിസ്റ്റം ദെൻ ദാറ്റ് വർക്ക് വിൽ ബി കൺസിഡേർഡ് നെഗറ്റീവ്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം, അതായത് ഗ്യാസാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ വോളിയം V1 നിന്നും V2 കൂടും. അപ്പോൾ ഇനിഷ്യൽ വോളിയത്തെ അപേക്ഷിച്ച് ഫൈനൽ വോളിയം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്ന് പറയാം. ഓർ ദാറ്റ് ഈസ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം. ഇനിഷ്യൽ വോളിയം ഫൈനൽ വോളിയത്തേക്കാൾ കൂടുതലായിരുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു കംപ്രഷനാണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് എ നെഗറ്റീവ് വർക്ക് ഇൻവോൾവ് ബിക്കോസ് ദ വർക്ക് ഈസ് ഡൺ ബൈ ദ സറൗണ്ടിങ് ഓൺ ദ സിസ്റ്റം. അപ്പോൾ ആ കാര്യം ഓർമ്മയിൽ വെച്ചിരിക്കേണ്ടതുണ്ട്. ദ സൈൻ ഓഫ് ദ വർക്ക് ഈസ് ഡിറ്റർമൈൻഡ് ബൈ വെദർ ദ വോളിയം എക്സ്പാൻഷൻ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇനി ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് എനർജിയെക്കുറിച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടാകുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മൂവിങ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വെലോസിറ്റി വിയും മാസ് എമ്മും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അസോസിയേറ്റഡ് ബൈ ദ കൈനറ്റിക് എനർജി ഹാഫ് mv². അല്ലേ, ദിസ് ഹാഫ് mv² ഈസ് എൻ എനർജി ഡ്യൂ ടു ദ മോഷൻ ഓഫ് ദ ഫുട്ബോൾ. അതുപോലെ അതിന് ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് h ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് അനദർ കൈൻഡ് ഓഫ് എനർജി കോൾഡ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഇസ് ഈക്വൽ ടു mgh. ഇതിനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു എനർജി കൂടി ആ ഫുട്ബോളിനുണ്ട് എന്ന് കാണാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് മെന്റ് ബൈ ഇന്റേണൽ എനർജി. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ എനർജി ഈസ് ദ എനർജി നെസസറി ടു ക്രിയേറ്റ് ഓർ പ്രിപ്പയർ ദ സിസ്റ്റം ഇൻ എനി ഗിവൺ സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാം. അതായത് ഇന്റേണൽ എനർജിയിൽ കൈനറ്റിക് എനർജിക്കോ പൊട്ടൻഷ്യൽ എനർജിക്കോ പങ്കില്ല. ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജിക്കോ പൊട്ടൻഷ്യൽ എനർജിക്കോ അതിനകത്ത് പങ്കില്ല. അവിടെ പങ്ക് വഹിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രോസസ്സുകൾക്കാണ്. നമ്മൾ ഈ ഫുട്ബോളിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഇവയെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റംസും മോളിക്യൂൾസും കൊണ്ടാണ് നമുക്കറിയാം. ആറ്റങ്ങൾക്കിടയിൽ കെമിക്കൽ ബോൺഡ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മോളിക്യൂൾസുകൾക്കിടയിൽ തന്നെ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസ്, ഇപ്പോൾ ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ വാണ്ടർ വാൾസ് ഫോഴ്സ് തുടങ്ങിയ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സസും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ആ ഫോഴ്സസ് ചേർന്ന ഒരു എനർജി കൂടിയാണ് ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. ആ എനർജി കോൺട്രിബ്യൂഷൻസ് എല്ലാം കൂടി ചേർന്ന് ആ വസ്തുവിന് ഇൻഹെറൻ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു എനർജി കണ്ടൻറ്റിനെയാണ് നമ്മൾ പൊതുവിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ആ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഓർക്കാനുള്ളത്, അപ്പോൾ ഒരു സോളിഡ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ളിൽ ഉള്ള ഓരോ ആറ്റങ്ങളും മോളിക്യൂളും സ്റ്റഡി അല്ല എന്നും അതെപ്പോഴും വൈബ്രേഷനിലാണ് എന്നും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വൈബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് മോളിക്യൂളുകൾക്ക് ഒരു കൈനറ്റിക് എനർജി ഉണ്ട്. സത്യത്തിൽ ഒരു വസ്തുവിൻ്റെ മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജിയുടെ ഒരു ആവറേജ് ആയിരിക്കും നമ്മളെപ്പോഴും അതിൻ്റെ ടെമ്പറേച്ചറായിട്ട് മെഷർ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റേണൽ എനർജിക്ക് അതിൻ്റെ ടെമ്പറേച്ചറുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വസ്തുവിൻ്റെ ഇന്റേണൽ എനർജി കൂടുകയാണ് എന്നുകൂടിയാണ്. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ഫംഗ്ഷനാണ് നമുക്ക് പറയാം. ആ വസ്തുവിൻ്റെ സ്റ്റേറ്റ് നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെ ഇന്റേണൽ എനർജിക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട്. ഇന്റേണൽ എനർജിയെ പൊതുവെ നമ്മൾ U എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയുണ്ടാകണം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ ചർച്ച ചെയ്യാം.